ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ 150 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളും അതുപോലെ കുറച്ച് ടെസ്റ്റുകളും, അതായത് 4 ടെസ്റ്റുകളാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് നമ്മൾ പോക്സോ ആക്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. കാണാത്തവർ അത് കണ്ടു നോക്കൂട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിക്കവർക്കും ഇപ്പോൾ ഈ 10th ലെവലിൽ പഠിക്കുന്നവർക്കാണെങ്കിലും ഇനിയിപ്പോൾ +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ആണെങ്കിലും SCRT NCERT ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലെ. 10th ഇതിൽ നമ്മൾ കൂടുതലും SCRT ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടതെങ്കിലും NCERT ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ NCERT നമ്മൾ ഒപ്പം നോക്കി പോകുന്നത് നല്ലതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് നടക്കുക. 10th ബേസ്മെന്റിൽ നടക്കുന്ന ഒരു എക്സാമാണ്. നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഉടനെ തന്നെ വിളിക്കാൻ പോകുന്ന ഒരു എക്സാമാണ്. നോട്ടിഫിക്കേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ NCERT ഒക്കെ ഇപ്പോൾ തന്നെ വായിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. കാരണം SCRT വായിക്കുന്ന അത്ര എളുപ്പമല്ല NCERT നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ. ഓക്കെ, കാരണം ഓരോ സെന്റൻസ് ബൈ സെന്റൻസും അതിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒരു റീഡിങ്ങിന്റെ ആവശ്യമുണ്ട്. അത് ട്വൈസോ ത്രൈസോ എത്ര വേണമെങ്കിലും വായിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് NCERT ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പോകണം. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ NCERT ചാപ്റ്റേഴ്സും കൂടെ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു പോകാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠനം നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. NCERT ബേസ്ഡ് ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെയൊക്കെ നമുക്കൊന്ന് നോക്കി പോകാം. അപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നമ്മൾ നല്ലവണ്ണം തന്നെ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് എഴുതി വെച്ചോ മാർക്ക് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക. NCERT ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. SCRT ആണെങ്കിൽ സമഗ്രയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കേരള ഗവേണൻസ് ആക്ട്സ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ SCRT NCERT ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ 10th പ്രിലിംസിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഭരണഘടനയിൽ നിന്ന് വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചത്. അപ്പോൾ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് നമുക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. അല്ലാതെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഇതുപോലെയുള്ള ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഒരു ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 150 ഡേയ്സിന്റെ. അത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടൈം ടേബിളിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് SCRT എന്നാണെങ്കിലും NCERT എന്നാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് ഞാൻ വരും ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അതായത് ടൈം ടേബിളിൽ ഓരോ ദിവസവും എന്തൊക്കെയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ക്ലാസ് ഇടാൻ മാക്സിമം ശ്രമിക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് SCRT ചാപ്റ്റേഴ്സ് ആണ് ആദ്യം ഒന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ് 7 ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന, ക്ലാസ് 8 ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്, ദെൻ ക്ലാസ് 9 ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇത്രയുമാണ് ഓൾഡ് SCRT ചാപ്റ്റേഴ്സിൽ നോക്കാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂ SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റുകളിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടോ. ആദ്യത്തേത് ക്ലാസ് 5 ചാപ്റ്റർ 6 ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്ലാസ് 5 ചാപ്റ്റർ 11 നിയമവും സമൂഹവും. ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. ക്ലാസ് 7 തന്നെ ചാപ്റ്റർ 8 അധികാരം ജനങ്ങൾക്ക്. ഇത്രയാണ് ക്ലാസ് 7 ന്യൂ SCRT. ഓക്കെ, രണ്ടെണ്ണം. ഇനി ക്ലാസ് 9 3 SCRT ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത്. ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഓക്കെ, ദെൻ ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ദെൻ ചാപ്റ്റർ 8 ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. അപ്പൊ ക്ലാസ് 5 2 ചാപ്റ്റേഴ്സ്, ക്ലാസ് 7 2 ചാപ്റ്റേഴ്സ്, ക്ലാസ് 9 3 ചാപ്റ്റേഴ്സ്. ഇത്രയുമാണ് ന്യൂ SCRT പ്രകാരം നിങ്ങൾ ഭരണഘടന റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് നോക്കേണ്ടത്.
ഓക്കെ, ഇതിപ്പോ SCERT ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ NCERT ആണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? NCERT പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ +1 +2 കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതലും പറയുന്നത്. അപ്പോൾ NCERT റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് +1 +2 ഹ്യൂമാനിറ്റീസ് ആ ഒരു മേഖലയിൽ വരുന്ന ആ ഒരു ബ്രാഞ്ചിലായിരിക്കുമല്ലോ വരിക. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 1 നോക്കാൻ പോകുന്നത്. ക്ലാസ് 11 ആണ് ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും. അതിൽ ചാപ്റ്റർ 1 ഭരണഘടന എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. +1 ആണ് പറയുന്നത്. ചാപ്റ്റർ 2 ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ചാപ്റ്റർ 3 തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ചാപ്റ്റർ 4 കാര്യനിർവഹണ വിഭാഗം. ചാപ്റ്റർ 5 നിയമനിർമ്മാണ സഭ. ചാപ്റ്റർ 6 നീതി ന്യായ വിഭാഗം. ചാപ്റ്റർ 7 ഫെഡറലിസം. ചാപ്റ്റർ 8 പ്രാദേശിക ഗവൺമെന്റ്. ചാപ്റ്റർ 9 ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ. അപ്പോൾ ക്ലാസ് 11 പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 1 എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ്, അതായത് ഓൾമോസ്റ്റ് 1 to 9 വരെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ബുക്കിലെ കാര്യങ്ങൾ നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം വളരെയധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടും നമുക്കിപ്പോൾ ഈ NCERT ലെവലിൽ നിന്നൊക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ NCERT +1 ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, NCERT കൂടെ റെഫർ ചെയ്യാം. ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പഠിക്കാനും, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ 10th ബേസിസിലൊക്കെ നടക്കുന്നതൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ NCERT ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 2 എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ നമ്മൾ ക്ലാസ് 11 തന്നെ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 2 സ്വാതന്ത്ര്യം എന്നുള്ളത്, അതുപോലെ തന്നെ ചാപ്റ്റർ 3 സമത്വം, ചാപ്റ്റർ 5 അവകാശങ്ങൾ, ചാപ്റ്റർ 6 പൗരത്വം. അപ്പോൾ ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സ് ആണ് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 2 എന്ന് പറയുന്നതിൽ ക്ലാസ് 11 NCERT എന്ന് പറയുന്ന ഇതിൽ നിന്ന് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കേരള ഗവേണൻസ്, അതായത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, ആക്ട്സ്, ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന ഈ 2 സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് SCERT അതുപോലെ NCERT പാഠഭാഗങ്ങൾ നോക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് 5 നമ്മൾ ആദ്യം നോക്കേണ്ടത് ചാപ്റ്റർ 9 ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത്. ഓക്കെ, ദെൻ ക്ലാസ് 6 ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും. അപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഓരോ പാഠഭാഗങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ക്ലാസ് 9 3 ചാപ്റ്റേഴ്സ് ആണ് വേണ്ടത്. അതിൽ ആദ്യത്തത് നമ്മൾ ചാപ്റ്റർ 8 തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. പക്ഷെ അത് SS1, നമുക്ക് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് 1ഉം 2ഉം ഉണ്ട്. അതിൽ SS1 എന്ന് പറയുന്ന ആ ടെക്സ്റ്റിലാണ് ചാപ്റ്റർ 8, ക്ലാസ് 9 ചാപ്റ്റർ 8 SS1 ടെക്സ്റ്റ് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും കേട്ടോ, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. ദെൻ SS2 നോക്കേണ്ടത് ചാപ്റ്റർ 7 സുരക്ഷിതമായ നാളേക്ക് എന്നുള്ളത് SS2 പാഠഭാഗമാണ്. അതുപോലെ ചാപ്റ്റർ 8 ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ, ഇത് SS2 ഓക്കെ, അപ്പോൾ ഇത് രണ്ടും, അതായത് ഇപ്പൊ ഈ മാർക്ക് ചെയ്തേക്കണ രണ്ടും ഉണ്ടല്ലോ, അത് ആക്ച്വലി ക്ലാസ് 9 തന്നെ SS2 എന്ന് പറയുന്ന ടെക്സ്റ്റിലെ 2 ചാപ്റ്റേഴ്സ് ആണ്, ചാപ്റ്റർ 7ഉം 8ഉം. ഓക്കെ, അപ്പോൾ ക്ലാസ് 9 നമ്മൾ 3 പാഠഭാഗങ്ങളാണ്, അത് SS1 SS2 ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ ക്ലാസ് 10 നമ്മൾ നോക്കേണ്ട പാഠഭാഗങ്ങൾ ചാപ്റ്റർ 3 പൊതുഭരണം, അത് SS1 ടെക്സ്റ്റ് എന്നുള്ളതാണ്. ചാപ്റ്റർ 3 പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ഓക്കെ, അതിലാണ് ബ്യൂറോക്രസീനെ കുറിച്ച്, അതുപോലെ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതൊക്കെ പറയുന്നത്, എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം, നമുക്ക് ബ്യൂറോക്രസീനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതൊക്കെ പാഠഭാഗത്ത് നല്ല വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ ക്ലാസ് 10 തന്നെ ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, SS1 രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. ദെൻ
ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ SS2. ഓക്കെ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, അത് SS2 ഭാഗത്തുള്ളതാണ്. ദെൻ ചാപ്റ്റർ 10 ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും. ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നുള്ളതാണ് ക്ലാസ് 10 ചാപ്റ്റർ 10. ഓക്കെ, അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ 4 പാഠഭാഗങ്ങളാണ്. അത് SS1നും SS2ലുമായിട്ട് 2 വെച്ചിട്ടാണ് ഉള്ളത്. ഇത് SCERT ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ NCERT ബേസ് ചെയ്തിട്ട് ഇതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ NCERT പാഠഭാഗം ആക്ച്വലി ജിയോളജി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നിന്നാണ് നോക്കേണ്ടത്. ക്ലാസ് 12ലെ ചാപ്റ്റർ 7 ഭൂകമ്പങ്ങൾ എന്നുള്ളത്. ഓക്കെ, കാരണം കേരളം ഭരണ സംവിധാനങ്ങളിൽ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ ഒക്കെ വന്നേക്കണേ. ക്ലാസ് 12 ചാപ്റ്റർ 7 ഭൂകമ്പങ്ങൾ. ദെൻ ക്ലാസ് 12ലെ തന്നെ ചാപ്റ്റർ 8 ഭൗമ വിപത്തുകളും ദുരന്ത നിവാരണവും. ഭൗമ വിപത്തുകളും ദുരന്ത നിവാരണവും. ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായ ദുരന്ത നിവാരണം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ദുരന്ത നിവാരണത്തിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ LDCക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നതാണ് ഒരു ഏതോ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഇതിൽ വെച്ചതിന്. ഓക്കെ, അപ്പോൾ നല്ലവണ്ണം തന്നെ ഈ പറയുന്ന NCERT ചാപ്റ്റേഴ്സും നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് കേരള ഗവേണൻസ് അതുപോലെ ആക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇത് SCERT NCERT പാഠഭാഗങ്ങളാണ് പറഞ്ഞത്. ഒപ്പം നമ്മളൊരു റാങ്ക് ഫയലും കൂടി വെച്ചിട്ട് ഈ പറയുന്ന കേരള ഗവേണൻസ് ആക്ട്സിന്റെ നല്ലവണ്ണം നോക്കേണ്ടതുണ്ട് കേട്ടോ. കേവലം SCERT NCERT മാത്രമല്ല, ജസ്റ്റ് ഒരു റാങ്ക് ഫയൽ റെഫർ ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ അതും നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം കംപ്ലീറ്റ് നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്കൊരു റാങ്ക് ഫയൽ വെച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന സുപ്രധാന നിയമങ്ങളും കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും ഒക്കെ നോക്കാൻ സാധിക്കും. അതൊക്കെ വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം 5 മാർക്ക് വെച്ചിട്ടാണ് 2 ഏരിയാസിൽ നിന്നുള്ളത്. അപ്പോൾ നല്ലവണ്ണം തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ ടെക്സ്റ്റുകൾ റെഫർ ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത്. NCERT ബേസ്ഡ് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ എടുക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്ത ടെസ്റ്റുകളും അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ കാണണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ലതാണ്. ഇത്രയും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മളുടെ ആ 150 ഡേയ്സ് ടൈം ടേബിൾ പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെയിലി പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സ് കൂടാതെ സാറ്റർഡേ സൺഡേ ആക്ച്വലി റിവിഷൻ ആണല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ചധികം കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് അതത് ദിവസങ്ങളിൽ തന്നെ നമുക്ക് നോക്കാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.